ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ആനന്ദ് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിക്കാണ് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. കാരണം ആനന്ദേട്ടനാണെങ്കിലോ മൈൻഡ് പോലും ചെയ്യുന്നില്ല തന്നെ. ആ ഒരു വിഷമം ശ്രീദേവിക്കുണ്ടായിരുന്നു. അങ്ങനെ ആനന്ദിന്റെ അടുത്ത് എന്നിട്ട് ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടാ, ഞാൻ കാരണമല്ല നമ്മുടെ കുഞ്ഞു പോയത്, എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറഞ്ഞു. നീ കൂടുതലൊന്നും മിണ്ടണ്ട, നീ ആരാ എന്താ ഏതാന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പറയുന്ന കൂടെ അനുസരിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. എന്നോട് കൂടുതൽ ചോദ്യമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ നോക്കൂ, ഇവിടെ എനിക്ക് നിന്നെ കാണണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ആനന്ദേട്ട ശരിയാവുന്നേ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്ക്. ഒന്ന് പറയണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് നിന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. ശ്രീദേവിക്ക് ഭയങ്കര വിഷമമായി. പിന്നീട് ആനന്ദ് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ആ സൈഡിലെ ടേബിളില് കുഞ്ഞിന് വേണ്ടിയിട്ട് ആനന്ദ് വാങ്ങിച്ചോണ്ട് വന്ന് തൊട്ടിലിരിക്കുന്ന കണ്ടു. ആനന്ദ് അങ്ങോട്ട് പാഞ്ഞു തന്നു. ആ തൊട്ടിലെടുത്തിട്ട് അതങ്ങോട്ട് വലിച്ചു കീറുവാണ്. പെട്ടെന്ന് ദേവി ചെയ്തിട്ട് ആനന്ദിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ആനന്ദേട്ടാ, എന്ത് പരിപാടിയായി ചെയ്യുന്നേ? അങ്ങനെ ചെയ്യില്ല ആനന്ദേട്ടാ, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് പിടിക്കുന്നുണ്ട്. മോറുടെ നീ ഇങ്ങോട്ടൊന്നും പറഞ്ഞ ദേവിയെ തട്ടി മാറ്റുവാണ്. അപ്പോഴേക്കും ശ്രീദേവിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോ കുറച്ച് കുഞ്ഞോടിപ്പ് അവിടെ ഇരിക്കുന്നുണ്ട്. അതും കൂടി എടുത്ത് വലിച്ചു കീറുവാണ്. അപ്പോഴേക്കാണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത്. ഗോമതിയെ കാഴ്ച കണ്ടു. നീ എന്താടാ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഗോമതി അങ്ങോട്ട് ഓടി വന്നു. ഗോമതിക്ക് മനസ്സിലായി ആനന്ദിന്റെ റിലേ പോയെന്ന്. ആനന്ദ് റിലേ പോയത് മട്ടിലാണ് പെരുമാറുന്ന പോലും. സങ്കടവും ദേഷ്യവും കൊണ്ടാണ് ആനന്ദ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നറിയാം. കുഞ്ഞു പോയതിന്റെ ആ ഒരു വിഷമം. പക്ഷേങ്കില് ശ്രീദേവിയെ ഒരു കാരണവശാലും വേദനിപ്പിക്കലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം ദേവിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ ദേവിക്ക് സങ്കടം ആവുമല്ലോ. അതൊക്കെ ഓർത്തിട്ട് ഗോമതിക്ക് സഹിച്ചില്ല. ഗോമതി പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, എടാ ആനന്ദേ, നീ എന്താ കാണിക്കണേന്ന് ചോദിച്ചു. നിങ്ങളങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞു. നിങ്ങളോ? നീ എന്താടാ പറഞ്ഞേ? അതാ പറഞ്ഞേ, നിങ്ങളുടെ മുഖം പോലും എനിക്ക് കാണണ്ട, അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ഗോമതി ഇടിവെട്ടേറ്റ പോലെ ആയിപ്പോയി. ഇന്ന് വരെ ആനന്ദ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് നിങ്ങളെന്നൊക്കെ പറയണേ. അമ്മയെന്നല്ലാതെ അവൻ വിളിച്ചിട്ടില്ല. ഗോമതിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. അപ്പോഴേക്കും ശ്രീദേവി നിന്ന് കരയുന്ന കാഴ്ച കണ്ടേ. പെട്ടെന്ന് ശ്രീദേവിയുടെ അടുത്ത് എന്നിട്ട് ഗോമതി ആശ്വസിപ്പിക്കുകയാണ്. മോളെ വേണ്ട, സങ്കടപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ആനന്ദ് ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും ഗോമതിക്ക്? ശ്രീദേവിയുടെ മുന്നിൽ നിന്ന് കരയാനും പറ്റില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഗോമതി പുറത്തേക്ക് ഇറങ്ങി വന്നു. മുറിയിലേക്ക് വന്നിന്ന് പൊട്ടിക്കരയാണ്. ഇത്രയും കാലമായി, ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഇന്ന് വരെ അവന് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവന്റെ മാനസിക വിഷമം കൊണ്ടായിരിക്കും അവൻ പറഞ്ഞത്. പക്ഷെ അത് സഹിക്കാൻ പറ്റിയില്ല ഗോമതിക്ക്. ഇതിന് മാത്രം എന്ത് തെറ്റാ എന്റെ ഭഗവാനെ ചെയ്തത്? എല്ലാ ലോകം ഒറ്റയൊരുത്തം കാരണം അവൻ ഈ വീട്ടിലേക്ക് കയറി വന്നുകൊണ്ടാ ദേവിയുടെ വയറ്റിലുള്ള കുഞ്ഞ് നഷ്ടപ്പെട്ടെ. ഈ കുടുംബത്തിന് സ്വസ്ഥതയും സമാധാനം ഇല്ലാതായത്. തന്റെ മകന്റെ മനോനില പോലും തകരാറിലേക്ക് പോയത് എല്ലാവൻ കാരണം. അവനെ അതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ഇത്രയും ഒരു ദുഷ്ടനെ താൻ ജന്മത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ഗോമതിയുടെ മനസ്സിൽ. ഗോമതിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. ഗോമതി പിന്നീട് ഇന്ദിരാമ്മയെ വിളിക്കണം. അത്രയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ വന്നിപ്പോ ആരുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഇന്ദിരാമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ മതിലിന്റെ അടുത്തേക്ക് വാ, എനിക്ക് അമ്മയൊന്ന് കാണണം, സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്താ മോളെ? ഗോമതി കരയെ വരുന്നു. അമ്മ വരാൻ പറഞ്ഞു. ആ ഗോമതി എന്നിട്ട് മതിലിന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയം ശ്രീദേവി വിഷമിച്ചിരിക്കുക. ശ്രീദേവിയുടെ അടുത്തേക്ക് മീനാക്ഷി വന്നു. മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, എന്താ ദേവി അടുത്തെന്ന് ചോദിച്ചു വിളിക്കുവാണ്. ദേവി പക്ഷേങ്കിൽ ഇങ്ങനെ നോക്കുക മാത്രമേ ചെയ്തുള്ളൂ, മറുപടി ഒന്നും പറഞ്ഞില്ല. എന്താ ഇത്? കാരണം മുറിയിൽ അതൊക്കെ വലിച്ചു കീറിയിട്ടിരിക്കുന്ന കണ്ടു. എന്താ ആനന്ദേട്ടൻ വന്നിട്ട് വഴക്കുണ്ടാക്കിയെന്ന് ചോദിച്ചു. അതിന് ദേവി ഒന്നും പറഞ്ഞില്ല. എനിക്കറിയാം ആനന്ദേട്ടന് ചിലപ്പോൾ സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല കുഞ്ഞു പോയത്. ദേവി അടുത്ത് കാരണമായിരിക്കും. ദേവി അടുത്ത് അങ്ങനെ മനഃപൂർവ്വം ചെയ്യില്ലല്ലോ. പക്ഷെ ആനന്ദേട്ടനെ വിശ്വസിക്കാൻ പറ്റി കാണില്ല. വിഷമിക്കൊന്നും വേണ്ട. സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയായിരുന്നു. ഇപ്പൊ തുറന്നു പറയാനും പറ്റില്ല. അത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. സാരമില്ല, വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം, സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതും കൊണ്ട് ഒരു സമാധാനം ഉണ്ടായില്ല. ദേവിക്ക് അത്രമാത്രം ടെൻഷനായിരുന്നു. ആനന്ദേട്ടൻ ഇങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട്? ആനന്ദേട്ടന്റെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ. മിക്കവാറും തന്നെ വീട്ടിൽ കൊണ്ടേ വിടും. തന്നെ ഈ വീട്ടിൽ പോലും നിർത്തത്തില്ല. താൻ വലിയ ചതിയാ ചെയ്തിരിക്കുന്നേ. കാരണം തന്റെ വീട്ടുകാരെ കള്ളത്തരം കാണിച്ചു. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പൊ ഈ നിമിഷം തന്നെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. തന്റെ മനസ്സും തകർന്നിരിക്കുക. പക്ഷെ ആനന്ദനോടുള്ള സത്യങ്ങളൊന്നും തുറന്നു പറയാനും പറ്റില്ല. ആ ഒരു വിഷമത്തിലായി ശ്രീദേവി. മീനാക്ഷി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടപ്പായതുമില്ല. ഈ സമയത്ത് ഗോമതി എന്ത് ചെയ്തു? മദനിന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കാണ് ഇന്ദിരാമ്മ അങ്ങോട്ടേക്ക് വരുന്നത്.
ഇന്ദിരാമ്മ വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കുന്നത്, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഗോമതി ഇന്ദിരാമ്മയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ്. പറഞ്ഞു, അമ്മ എനിക്ക് അറിയില്ല എന്ത് ചെയ്യണോന്ന് പറഞ്ഞു. എന്താ മോളെ എന്താ സംഭവിച്ചേ? അമ്മേ, ദേവമംഗലത്ത് വലിയ ദുരന്തം തന്നെ സംഭവിച്ചു. ആ സ്വാമി പോയിട്ട് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞു. സ്വാമി പോയിട്ട് പറഞ്ഞ പോലെ സംഭവിച്ചെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതേ അമ്മേ, എൻ്റെ ആനന്ദിന്റെ കുഞ്ഞു പോയെന്ന് പറയണം. കുഞ്ഞു പോയെന്നോ? അതെ, ശ്രീദേവിയുടെ വയറ്റ് വളർന്ന കുഞ്ഞു പോയെന്ന്. എന്റെ മോളെ ഇതെങ്ങനെ സംഭവിച്ചു, ഇതെന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചോണ്ട് ഇന്ദിരാമ്മയും കരയുവാണ്. എല്ലാത്തിനും കാരണം ഉണ്ടല്ലോ ആ അലോകാന്ന് പറഞ്ഞു. അലോകോ? അവൻ കാരണം എങ്ങനെയാ മോളെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു. അമ്മ, അവനെ എല്ലാത്തിനും കാരണം. അവനാണ് എന്റെ ദേവിമോളുടെ വയറ്റ് വളർന്ന കുഞ്ഞു പോകാൻ കാരണം. അവൻ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്കോ? പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ആനന്ദ് വീട്ടിലേക്ക് വന്നതും അതിനുശേഷം അനുവിന്റെ മുറി കയറിയിരുന്നു. എല്ലാ കാര്യങ്ങളും അവനും അവളും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു തോന്നേ. മുമ്പ് എനിക്ക് തോന്നിയ കാര്യമാ. അനുവിനെ ഞാൻ ഈ കാര്യത്തിൽ ചോദ്യം ചെയ്തായിരുന്നമ്മേ. പക്ഷെ അനു അന്ന് എന്നോട് പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചമ്മേ. അവളെ വിശ്വസിച്ച് ഞാൻ ആ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ പേരിൽ ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. എന്താ മോളെ നീ എന്തൊക്കെയാ പറയണേ? അതെ അമ്മേ, എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാം അവൻ കാരണമാ. പിന്നീട് അവൻ ചെയ്ത ക്രൂരതകളൊക്കെ പറയണം. ദേവിയെ പിടിച്ച് തള്ളിയതും പിന്നെ അവനെ തലക്കെട്ടടിച്ചും എല്ലാം കേട്ടപ്പോ ഇന്ദിരാമ്മ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മോളെ. എന്നാലും ഇത്രയ്ക്കൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. ഇന്ദിരാമ്മയ്ക്കും വിഷമായിപ്പോയി. മോള് സങ്കടപ്പെടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ലോ. അത്രമാത്രം സങ്കടം ഉണ്ടായിരുന്നു ഗോമതിയുടെ മനസ്സിൽ. ഗോമതി പറഞ്ഞു, ഇപ്പൊ ആനന്ദാകപ്പാടെ സമതല തെറ്റി മട്ടില്ല. ദേവിയുടെ അവസ്ഥ ഒട്ടും മോശമല്ല. ദേവിക്കും എന്താണെന്ന് അറിയത്തില്ല. എല്ലാരും ആശിച്ചു മോഹിച്ച് കാത്തിരുന്നല്ലേ. ഞാനാണെങ്കിലും ബാലേട്ടനൊക്കെ ആണേലും. അങ്ങനെ പറഞ്ഞ് കരയുന്ന സമയത്ത് എങ്ങനെ ഗോമതി ആശ്വസിപ്പിക്കണമെന്ന് ഇന്ദിരാമ്മയ്ക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നീട് ഇന്ദിരാമ്മ അകത്തേക്ക് കയറി ചെല്ലുവാണ്. നേരെ കൃഷ്ണമംഗലത്തേക്ക് കയറി ചെല്ലുവാണ്. അലോക് അവിടെ ഉണ്ടായിരുന്നിരിപ്പോ. എടാന്ന് വിളിച്ച് പാഞ്ഞ് അങ്ങോട്ട് ചെന്നു. പാഞ്ഞ് എന്നിട്ട് അവനെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് അവന്റെ കർണത്തിലിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുവാണ്. ഇത് കണ്ടോണ്ടാണ് നന്ദിത അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ അമ്മ, അമ്മ എന്തിനാ അവനെ തല്ലുന്നേന്ന് ചോദിച്ചു. ഇവനെയോ? ഇവനെ തല്ലുന്നത് എന്തിനാന്ന് അറിയില്ലല്ലേ? ഇവൻ ചെയ്ത ക്രൂരത എന്താണെന്നറിയാവോ? എന്താ അമ്മേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലോക് ചോദിച്ചു, എന്താ അച്ഛമ്മ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. നീ ഒന്നും ചെയ്തിട്ടില്ല, നിനക്കൊന്നും അറിയത്തില്ലല്ലേടാ. ഒന്നും അറിയത്തില്ലാത്തൊരു കുഞ്ഞു കൊച്ചു വന്നിരിക്കുന്നു. ഇവന് എന്താ ചെയ്തതെന്ന് അറിയണോ? അവൻ ദേവമംഗലത്ത് കയറി അനുവിന്റെ മുറി കയറി. അവിടേക്ക് ദേവിയൊക്കെ വന്നു കഴിഞ്ഞപ്പോ ദേവിയെ പിടിച്ച് തള്ളി. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അബോർട്ടായി പോയെന്ന് പറഞ്ഞു. നന്ദിത ഒരു നിമിഷം ഞെട്ടിപ്പോയി. സത്യമാണ് അമ്മ പറയണമെന്ന് ചോദിച്ചു. അതെ, എന്നോടിപ്പോ ഗോമതി പറഞ്ഞോളൂ. ആ കുഞ്ഞു പോയതിന്റെ വിഷമത്തില അവരെല്ലാരും. ആകെപ്പാടെ സമതല തെറ്റിയ മട്ടില്ല. ബാലനും ഗോമതിക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയത്തുള്ളൂ. ആരിനും ആകാശിനും ആനന്ദനും ഒന്നും അറിയില്ല. അവർ ഈ കാര്യങ്ങൾ അറിഞ്ഞാണ്ടല്ലോ പിന്നെ ഇവനെ വെച്ചേക്കില്ല. ഇവനെ ജീവനോടെ പിന്നെ വെച്ചേക്കില്ല. അത്രമാത്രം ഭ്രാന്ത് പിടിച്ച അവരൊക്കെ നടക്കണേ. അവർക്ക് അത്രമാത്രം സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടാണ് ആനന്ദനും അച്യുതനും ഒക്കെ അങ്ങോട്ട് വരുന്നേ. അനന്തം വന്നിട്ട് ചോദിച്ചു, എന്താമേ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. എന്താ സംഭവിച്ചെന്നോ പറഞ്ഞു കൊടുക്കടാന്ന് പറഞ്ഞു. അലോകൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും രാജശ്രീ വന്നിട്ട് ചോദിച്ചു, എന്താമേ എന്താ ഒച്ചപ്പാടും വെള്ളം ചോദിച്ചു. നിന്റെ മകൻ ചെയ്ത കുന്നായ്മത്തരം എന്താ നിനക്ക് അറിയണോ? അവൻ ചെയ്ത ക്രൂരത എന്താ നിനക്ക് അറിയണോടിന്ന് ചോദിച്ചു. അതിന് എന്റെ മോൻ എന്ത് തെറ്റെന്നാ? ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ അവന്. അവൻ നിസാരക്കാരനൊന്നും അല്ലെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞിനെ തന്നെ അവൻ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞു. കുഞ്ഞിനെയോ? അതെ, കുഞ്ഞിനെ തന്നെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞു. പിന്നീട് ഉള്ള കാര്യം അങ്ങോട്ട് പറയണം. അത് കേട്ടിഞ്ഞപ്പോ അനന്തൻ അവന്റെ കയ്യിൽ നിന്ന് കോളറിന് കയറി കുത്തിപ്പിടിക്കുകയാണ് അലോകിന്റെ. എന്നിട്ട് അവന്റെ ചെകിട് തീർത്ത് രണ്ടെണ്ണം കൂടെ പൊട്ടിച്ചു. സത്യം പറയടാ, നീ എന്ത് കാണിക്കാൻ അങ്ങോട്ട് പോയത്? ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണെന്ന് ചോദിച്ചു. അത് പിന്നെ വല്യച്ഛ ഞാൻ മിണ്ടി പോരുത്. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, അമ്മേ അത് പിന്നെ അവനൊരു അബദ്ധം പറ്റിയതോ? ഇതാണോടി അബദ്ധം? പാവം പിടിച്ച ആ ദേവിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് ഇവൻ എന്ത് നേടി? ആ ശാപം കൂടെ ഇവൻ തലയിലേക്ക് മേടിച്ചു വെച്ചില്ലേ? ഒരു കുഞ്ഞിനെ ഇവൻ കൊന്നു കളഞ്ഞിരിക്കുന്നേ. അവരാശിച്ച് മോഹിച്ച് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന രാജശ്രീക്ക് പക്ഷെ സന്തോഷമായിരുന്നു. ഓ, രക്ഷപ്പെട്ടല്ലോ എന്നൊരു ചിന്ത. പക്ഷെ ഒരു കാര്യമുണ്ട് രാജശ്രീ, ഈ ശാപം ഒരിക്കലും നിന്റെ മകനെ ഒന്നും വിട്ടുപോകാൻ പോകുന്നില്ല. ഇവൻ ചെയ്ത ക്രൂരതയുടെ ഫലം നിനക്ക് എങ്ങനെ തോന്നിയടാ എങ്ങനെ ചെയ്യാനായിട്ട്? അനന്തം പറഞ്ഞു, ഇത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ലോകെ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്നെ ന്യായീകരിക്കാൻ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം അത്ര വലിയ ക്രൂരത നീ ചെയ്തിരിക്കണമെന്നൊക്കെ പറഞ്ഞു. ആകെപ്പാടെ പെട്ടൊരവസ്ഥയായിപ്പോയി അലോക്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒടുവില് ഇന്ദിരാമ്മ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങനെയാണെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട വരും. ഞാനൊന്നിനും വെറുതെ വിടാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ
ഇതിന്റെ ശാപം ഈ കൃഷ്ണമംഗലത്തിന് എന്താണല്ലോ ഉറപ്പായിട്ടും കിട്ടും. ആ ദേവിയുടെ കണ്ണിൽ നിന്ന് വീണ കണ്ണീര് മതി. അത് മാത്രമല്ല ആനന്ദൊക്കെ സമതല തെറ്റി മട്ടില്ല നടക്കുന്നത്. ഇവനെ എങ്ങാനും കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇവനാണ് ഇതിന്റെ പിന്നിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഇന്ദിരാവെ അകത്തേക്ക് കയറിപ്പോയി. ഒടുവില് അച്യുതനും രാജശ്രീയും വന്നിട്ട് അവനെ ചോദ്യം ചെയ്യണം, സത്യമാണോ കേൾക്കണേ? അപ്പൊ കഴിഞ്ഞ ദിവസം നിന്നെ കാണാതെ അപ്പൊ നീ അവിടെയായിരുന്നു അല്ലേന്ന് ചോദിച്ചു. അവന് പിന്നെ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വരുവാണ്, എങ്ങനെ എന്താന്നൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.